പാലക്കാടും ചൂടും ഇലക്ഷൻ ചൂടും ഒന്നിച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഈ ഇലക്ഷൻ അധികം സമയമില്ല, കുട്ടികോശത്തിന് 3 ദിവസമുള്ളൂ. എങ്ങനെ നോക്കിക്കാണുന്നു ഇത്രയും ഈ പ്രചാരണങ്ങൾ? ഇതിന്റെ വന്ന ദിവസം തൊട്ട് തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ നോക്കി കാണുന്നു. എങ്ങനെ ഇവിടുത്തെ സിറ്റുവേഷൻ, എങ്ങനെ പ്രതീക്ഷകളൊക്കെ എങ്ങനെ? വരുമ്പോൾ തൊട്ട് വളരെ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഗംഭീര വിജയം ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം മറികടക്കുമോ? അപ്പോൾ ജയിക്കും എന്നുള്ളത് എന്തായാലും നിങ്ങൾ പറയാതെ പറഞ്ഞല്ലോ. ഭൂരിപക്ഷത്തെ പറ്റിയാണല്ലോ ചോദിച്ചത്. അതൊരു ബൈ ഇലക്ഷനാണ്. ഇതൊരു എല്ലായിടത്തും ഇലക്ഷൻ നടക്കുകയാണ്. നിയമസഭാ ഇലക്ഷനാണ്. വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശക്തമായ 2 എതിർ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ട് പുള്ളറാണ്. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ ഇവിടെ പാലക്കാട് ഒരു ഭീഷണിയാണോ? അല്ല, ഞാൻ മറ്റ് സ്ഥാനാർത്ഥികളെ പറ്റി അധികം പറയേണ്ട. എൻ്റെ മറുവശത്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റി അധികം അവരെ വിലയിരുത്താനോ അവരുടെ പ്രതിഭയെക്കുറിച്ച് പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ വിലയിരുത്തേണ്ട ആൾ ജനങ്ങളാണ്, അല്ലേ? അവർ വിലയിരുത്തിക്കോട്ടെ. ഞാൻ എൻ്റെ മറുവശത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രതിഭയെപ്പറ്റി വിലയിരുത്തി സംസാരിക്കേണ്ട തീരുമാനിച്ചിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും പാലക്കാടൻ ക്രൗഡിനെ ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് എൻ്റർടൈൻ ചെയ്തിട്ട് എല്ലാവിധ ആശംസകളും. ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഇതിന് ബന്ധമില്ല. ജനങ്ങൾക്ക് ഒരാളുടെ കപ്പാസിറ്റി എന്താണ്, അയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോമൺ മാൻ, സാധാരണ ആളുകളെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ജനപ്രതിനിധികളുടെ ശക്തി നിൽക്കുന്നത് വോട്ട് ചെയ്യുന്നവരുടെ യുക്തിയിന്മേലാണ്. ആ യുക്തി വളരെയധികം ഉള്ളവരാണ് ഇവിടുത്തെ ജനത. അവരേറ്റവും യുക്തിസഹമായ തീരുമാനത്തിലേക്ക് എത്തും. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. അവിടെ വന്നതിന് താങ്ക് യു.